എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ഇന്നതൊരു ദിവസമാണ് കേട്ടോ. ഈ വീഡിയോയിൽ മൊത്തം കാണുന്നത് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണേ. അപ്പോൾ കാലത്ത് തീണ്ടപ്പോൾ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ പതിവ് പോലെയുള്ള അലർജിയും കാര്യങ്ങളാണ്. തുമ്മി ഒരു വിധമാവേ. ഒരു 19 തുമ്പിയാൽ ദിവസം സ്റ്റാർട്ടാവും എന്ന് പറഞ്ഞൊരവസ്ഥയാണ് കേട്ടോ. എന്നെപ്പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. മാവ് കുഴച്ചിട്ട് അടിച്ചു വരാൻ വേണ്ടി പോണ നേരത്ത് എന്തൊക്കെയോ ഒരു സൗണ്ട് കേട്ടോ ഓട്ടുംപുറത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ മയിൽ വന്നിരിക്കുകയാണ്. പെൺമയിലാണ് കേട്ടോ, പീലി ഒന്നുമില്ല. പിന്നെ അടിച്ചു വരലുള്ള പരിപാടിയിൽ കടന്നു. നമ്മുടെ വീട്ടിൽ പുതിയ വിശേഷങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാറില്ല അല്ലേ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ അപ്സ്റ്റെയർ എടുക്കണ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതാണ് ഈ മരത്തിൻ്റെ ഓരോ കുറച്ച് പൊടികളൊക്കെ ആയിട്ട് അടിച്ചു വരുമ്പോൾ കിട്ടുന്നത്. കാരണം പണി നടക്കുമ്പോൾ അഴുക്ക് സ്വാഭാവികമല്ലേ. ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണികളാണ് കേട്ടോ കൂടുതൽ. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയായപ്പോൾ എല്ലാം ഒരു താളം തെറ്റിയ പോലെയായേ. പിന്നെ മിറ്റടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ മുല്ലച്ചെടിയിൽ ഒരു മുല്ലപ്പൂ ഉണ്ടായി കണ്ടു കേട്ടോ. മുല്ലപ്പൂ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതങ്ങോട്ട് പൊട്ടിച്ചു. മുല്ലപ്പൂവിൻ്റെ മണം പറയണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പൂവ് ഉള്ളതെന്നുണ്ട് കാലിൽ ഭയങ്കര നല്ല സ്മെല്ലാണ്. ആ പൂവും ഞാൻ തലയിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഹാപ്പിയായി. തലേന്ന് വരുമ്പോൾ അച്ഛൻ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാലത്തേക്ക് നന്നാക്കാൻ വിചാരിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുകയായിരുന്നേ. അമ്മ അതാ കത്തിക്ക് മുറിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നാമ്പുറത്തേക്ക് വന്നിരിക്കുക എൻ്റെ അടുത്തേക്ക്. പിന്നെ ഇതാ നമ്മുടെ നത്തലാണ് കേട്ടോ ഇന്ന് മീൻ. അപ്പോൾ ആ മീൻ പുറത്തുനിന്നാണ് ഞാൻ കഴുകുന്നത്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തിരുമ്പാനും പാത്രം കഴുകാനും മീൻ കഴുകാനും ഒക്കെ സൗകര്യം ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ അടുക്കളയിൽ നിന്നാണ് കേട്ടോ എല്ലാം ചെയ്യാറ്. മെയിനായിട്ട് ഈ കൊതുകടിയും പൂച്ചയുടെ ശല്യം എല്ലാം കാരണം കേട്ടോ. ഇന്നിപ്പോൾ നല്ല കൊതുണ്ടെങ്കിലും ഞാൻ നിന്ന് പുറത്തുനിന്ന് തന്നെ കേട്ടോ മീൻ കഴുകിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മനോജേട്ടൻ ചിരിച്ചപ്പോൾ ഞാൻ ചിരിച്ചതാണ്. ചായ പിന്നെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അതും പാൽ ചായ എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയിട്ടോ. വീടിൻ്റെ അകമൊക്കെ നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പ് കാണില്ലേ, ഇത് കൂടെ നമ്മൾ അപ്സ്റ്റെയർ എടുക്കുന്നത്. വീട് ഞാൻ ഹോം ടൂറൊക്കെ പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ക്ലീനിങ്ങിൻ്റെ സമയത്ത് അമ്മ മീൻകറി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മീൻകറി ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് അരച്ചിട്ടുള്ളൊരു മീൻകറിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ അരയ്ക്കാത്ത ടൈപ്പ് മീൻകറിയാണ്. അതാണ് അച്ഛനും ഏട്ടനും ഒന്നും കൂടെ ഇഷ്ടം. ചപ്പാത്തി മാവ് കുറച്ച് നേരമായിട്ട് കുഴച്ച് വെച്ചത് പിന്നെ ഞാൻ പരത്തി ചൂടാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പുറത്ത് അമ്മ അതാ ചപ്പാത്തിക്കുള്ള കറി പൂളക്കിഴങ്ങില്ലേ കൊള്ളി, അതുകൊണ്ടുള്ള ഒരു കറിക്ക് അവിടെ കുക്കറിൽ വെച്ചിട്ടും ഉണ്ട്. ചപ്പാത്തി പിന്നെ ഉണ്ണിക്കുട്ടന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതന്നെ ആവാൻ വിചാരിച്ചു ഇന്ന്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു ചെറിയൊരു ഹോം റെമഡിയാണ് ചെയ്യുന്നത് കേട്ടോ. കഴുത്തിലും കണ്ണിൻ്റെ ചൂടുള്ള കറുപ്പ് കളർ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവയും ഉഴുന്നും കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ തലേന്ന് ഇട്ട് വെച്ചു കേട്ടോ. അത് അരച്ചതാണ്. ഒരുമാതിരി സ്മെല്ലാണ് കേട്ടോ. എന്നാലും ഞാനത് അരിച്ച് അതൊരു പാത്രത്തേക്ക് മാറ്റി കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്താക്കാം. ഇന്നിപ്പോൾ ലീവുള്ള ദിവസത്തിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വഴുപ്പായിട്ട് തോന്നും കേട്ടോ. ഒരു ചെറിയൊരു പതയുണ്ടായിരുന്നു. പിന്നെ മുഖത്തൊക്കെ നന്നായി അപ്ലൈ ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഞാൻ മുഖത്ത് ഇങ്ങനെ വെച്ചു. പിന്നെ ഉണ്ണിക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അവൻ തന്നെ തലയിൽ എണ്ണ എടുത്ത് തേക്കുക ചെയ്ത് കേട്ടോ. പിന്നെ ഇതാ തുടക്കലും കൂടിയും കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. പിന്നെ ഒരു പെട്ടെന്നുള്ളൊരു ഹറിബറി ആയിരുന്നേ. നമുക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേഗം നമ്മുടെ തുടക്കൽ കഴിഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് പോകണമായിരുന്നു. ഉണ്ണിക്കുട്ടനെ കുളിപ്പിക്കുകയും വേണം. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീവുള്ള ദിവസമാകുമ്പോൾ പിന്നെ എല്ലാ കാര്യവും ഭയങ്കര സ്ലോലി ആയിരിക്കില്ലേ. ചടപടാച്ച് കുളിയും തിരുമ്പലും കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ. ഒരു മീറ്റിംഗ് ആയിരുന്നു നമ്മുടെ പാർട്ടിയുടെ. അപ്പോൾ അതിന് വേണ്ടി പോയി. ഞാനും വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാര്യമായിട്ട്. പിന്നെ അവിടെ നിന്ന് വേഗം തിരിച്ചു പോന്നു കേട്ടോ. കാരണം ഉണ്ണിക്കുട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല, കൂടെ ഞാനും. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു അവിടെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട്. ഉണ്ണിക്കുട്ടന് ഭക്ഷണം കൊടുത്തു കേട്ടോ. നമ്മുടെ ഇഷ്ടമായിരുന്നു പൂളക്കിഴങ്ങിൻ്റെ ഇഷ്ടം ചപ്പാത്തി. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കറി കുറച്ച് ബാക്കി കണ്ടപ്പോൾ ഞാനും എടുത്ത് കഴിച്ചു. പ്രത്യേകിച്ച് വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ നിന്ന് ചായ കിട്ടിയതുകൊണ്ട് ഞാൻ അത് കുടിച്ച് വിശപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്തൊരു കാര്യം, ഞാൻ മുഖത്തായിട്ട് ആ പാക്ക് ഉണ്ടല്ലോ നല്ല റിസൾട്ടാണ്. നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഒരു ഫേഷ്യൽ ചെയ്തൊരു ലുക്ക് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിട്ടോ. ഞാൻ തറവാടിൻ്റെ മുറ്റത്ത് പോയിരിക്കുകയായിരുന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയൊക്കെ വന്നു. അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. നമ്മുടെ ഇവിടെ ഒരു ചണ്ഡിക ഹോമം നടക്കുന്നുണ്ട് കേട്ടോ അടുത്ത മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്നപ്പോൾ അമ്മ തുന്നാൻ നിന്നു. അച്ഛനും ഉണ്ണി ഞാനൊക്കെ കൂടെ പിന്നെ കുറച്ച് നേരം ഇരുന്നു. ഉണ്ണിക്കുട്ടും അതുപോലെ ഫോണ് കാണാൻ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ അവൻ സൈക്കിൾ ഓട്ടാനൊക്കെ പോയി. അപ്പോഴേക്കും ഉച്ച നേരമായിട്ട് ഭക്ഷണം കഴിക്കാറായി. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ്റെ മീൻകറി വലിയ പിടുത്തല്ലേ. പണ്ടൊക്കെ അവന് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവനെങ്ങനെയെങ്കിലും കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പടം കഴിച്ചായിരുന്നേ.
ഈ തേങ്ങ അരയ്ക്കാത്ത മീൻകറിയും പപ്പടും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ പണ്ട്. ഇപ്പം ഞാൻ ഡയറ്റ് പ്രമാണിച്ചിട്ടൊക്കെ കുറച്ച് റൈസ് കഴിക്കലൊക്കെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ കൊതി വന്നു. ഈ തേങ്ങ അരയ്ക്കാത്ത മീൻകറിയും പപ്പടും ഭയങ്കര കോമ്പിനേഷനാണ്. പിന്നെ നമ്മുടെ കൂടെ നത്തൽ കറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ ഭക്ഷണം കൊടുത്ത് ഞാൻ പറ്റിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബിസ്ക്കറ്റ് പാത്രം എടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അടുത്ത ഭക്ഷണം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവൻ അധികം ചോറ് കഴിച്ചില്ല മീൻകറി ആയതുകൊണ്ട്. അപ്പോൾ ആ ചോറെടുത്ത് ഞാനും കുറച്ച് കഴിക്കേണ്ടി വന്നു. പിന്നെ അവനിപ്പോൾ 2-3 ദിവസമായിട്ട് അവൻ്റെ ഒരു കാര്യമാണ് എന്താ തവി ഉണ്ടാക്കാന്നൊക്കെയാണ് പറയുന്നത്. ഈ മരം വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഒരു മയിൽ നമ്മുടെ വീണ്ടും മുറ്റത്ത് കൂടെ പോകണം. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പിന്നാലെ ഓടിയ ഒരാൾ പിന്നാലെ വന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ജീവികൾ വേഗം പോകുമല്ലോ. എന്ത് രസമല്ലേ, കുണുങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മയിൽ പോകുന്നത്. ആൺമയിലാണ്. ഞാൻ കുറച്ചതിൻ്റെ പിന്നാലെ ഓടി. പിന്നെ അത് പോയിട്ടൊരു ഗേറ്റിൻ്റെ മുകളിലിരുന്നു. പക്ഷേ മയിലിനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ പറ്റാത്ത പോലെ തോന്നി. ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് പീലിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ കൊഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇങ്ങോട്ട് ചാടിയിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ സൂവിലൊക്കെ പോകുമ്പോൾ മയിലിങ്ങനെ ചാടുന്നതും പീലി വിടർത്തുന്നതൊക്കെ അതൊക്കെ ആട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. മയിലിനെ ഞാൻ നോക്കിയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് പോകുന്നു. മയിൽ എന്നെ കണ്ടതും തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് ചാടി പോവുകയാണ് ചെയ്തത് കേട്ടോ. അവിടെ ഫുള്ള് കാട് പിടിച്ച സ്ഥലമാണ്. അങ്ങനെ കുറച്ച് നേരത്തെ മുന്നേ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ ബാക്കിൽ പേരമരത്തിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ ഇടയ്ക്ക് പൊട്ടിക്കും. കിളീനേക്കാളും കൂടുതൽ പേടിക്കുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടനെയാണ് കേട്ടോ. നമുക്ക് ഒരു പേരയ്ക്ക് പോലും കിട്ടാണ്ടല്ല അവൻ തന്നെ കഴിക്കാറ്. അപ്പം ഞാനും വേഗം പോയിട്ട് പേരയ്ക്ക പൊട്ടിക്കാൻ നോക്കി. ഉണ്ണിക്കുട്ടൻ പോയിട്ട് കുഞ്ഞ് പേരയ്ക്ക പൊട്ടിച്ചെങ്കിൽ അത് ചെറിയ തോതിൽ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അമ്മയും വന്നു. ഞങ്ങൾക്ക് പേരയ്ക്ക അതിൻ്റെ ഇടയിലൊക്കെയാണുള്ളത്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് കേട്ടോ പേരയ്ക്ക വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. വൈകുന്നേരമായി ചായയുടെ സമയം കേട്ടോ. ചായക്ക് പാലെടുപ്പത്ത് വെച്ചിട്ട് പോയപ്പോഴേക്കും പാമ്പിനെ കണ്ടു എന്നൊക്കെ അവിടെ പറയണം കേട്ടപ്പോൾ ഓടിപ്പോയപ്പോഴേക്കും എൻ്റെ ചായ കണ്ട് തിളച്ച് പോയി കേട്ടോ. പിന്നെ കുഞ്ഞു പണികളുണ്ട് കേട്ടോ. നമ്മുടെ ചോറ് ആക്കുക, പിന്നെ കറി തിളപ്പിക്കുക, പാല് തിളപ്പിക്കാൻ വയ്ക്കുക, അങ്ങനത്തെ പണികളിലായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ പോയത്. ചായ തിളച്ചു കേട്ടോ. ചായ തിളച്ചതും വേഗം നമുക്ക് ഇനി അത് ആറ്റിയിട്ട് ഗ്ലാസ്സിലൊക്കെ ആക്കാം. ചായ ഒന്ന് കുറച്ച് നേരം തിളച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതി. പണ്ടൊക്കെ ചായയുടെ പകരം വെള്ളം കുടിച്ചത് ഞാനാണ് കേട്ടോ. കാരണം കട്ടൻ ചായ ഇപ്പോഴും ഇഷ്ടമല്ല, അപ്പോഴും ഇഷ്ടമല്ല. പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പാൽ ചായയുടെ മണം അടിക്കുമ്പോഴേ ഭയങ്കര ഇഷ്ടമാണ്. എന്നും എപ്പോഴും 2-3 നേരം കുടിക്കുകയാണെങ്കിൽ ചായ എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഉണ്ണിക്കുട്ടനും അതുപോലെ ചായയുടെ ഭയങ്കര ഇഷ്ടമാണ്. അവനും ചായ കുടിക്കുന്ന അത്ര നല്ല ഹാബിറ്റൊന്നും അല്ലെങ്കിലും ചായ കുടിക്കുക കേട്ടോ. ചായ കുടിച്ച് കുറച്ച് നേരം ഉണ്ണിക്കുട്ടനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളൊരു 7 മണിയാവാൻ നേരത്ത് ഒന്ന് പുറത്ത് പോകാൻ കരുതിയിട്ടാണ്. എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ നമ്മൾ ഒറ്റപ്പാലം നമുക്ക് അടുത്ത് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചാർജറും ഒക്കെ മേടിക്കാമെന്ന് കരുതി പോയി. പിന്നെ ഏട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ മഴയുള്ളതുകൊണ്ട് റെയിൻ കോട്ടൊക്കെ എടുത്ത് വയ്ക്കുക. ഞാൻ മുന്നേ പറഞ്ഞില്ലേ വീട് പണി നടക്കണം. ഇതാണ് കേട്ടോ നമ്മളെ വീട് പണി. ഇപ്പം ഇത്രത്തോളം ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. ഉണ്ണിക്കുട്ടനെ ഞാനും കൂടെ തല്ലുകൂടി കളിക്കുകയാണ്. നേരെ പോയത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മേടിക്കാണ്ടായിരുന്നു. വെളിച്ചെണ്ണയുടെ വിലയൊക്കെ പോകണ കണ്ടാൽ നമ്മൾ എങ്ങനെയല്ലേ മേടിക്കുക. വെളിച്ചെണ്ണ മേടിച്ച് വന്ന് പിന്നെ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ കണക്ടറല്ല പിന്നും കൂടി മേടിച്ചു കേട്ടോ. അതിന് തന്നെ 1100 രൂപയായിട്ടോ. ഒറിജിനൽ സാധനം തന്നെ മേടിച്ചത്. വീട്ടിൽ വന്നപ്പോഴേക്കും പിന്നെ വിശന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചെറുതായിട്ട് നമ്മൾ ഈ അരി വറുത്തിട്ട് ചായയിൽ കട്ടൻ ചായയിലിട്ട് കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും പറയും. ഞാനിപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ അരി വറുത്തുകൊണ്ടിരിക്കുന്നത്. മുന്നേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചായി നമ്മൾ ഈ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ശർക്കര അപ്പുറത്തെ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി തേങ്ങ ചിരവി വെച്ചു. പിന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഏലക്ക ഇട്ടിട്ട് ഉണ്ട പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം ചെയ്യുക കേട്ടോ. ഈ അരിയുണ്ട കാണുമ്പോൾ പണ്ട് എനിക്ക് അമൃതം പൊടി കൊണ്ടാണ് കേട്ടോ അമ്മ അരിയുണ്ട പോലെ ഉണ്ടാക്കിയതായിരുന്നു. അതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കണ വൈകുന്നേരത്ത് 4 മണി പലഹാരങ്ങളായിരുന്നു കേട്ടോ അതിലൊരെണ്ണം. അപ്പോൾ ആ ഒരു ഓർമ്മ തോന്നിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്ര തന്നെയാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. ഏട്ടനും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞു. ഭയങ്കര ടേസ്റ്റിൽ ഒരു ലഡു ഫീലിംഗ്, കാരണം മധുരമുള്ളൊരു സ്വീറ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിക്കുട്ടന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അവന് മാഗി ഉണ്ടാക്കി കൊടുത്തു. അവൻ എന്ത് ചെയ്യണമോ അരി കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മാഗി വേഗം ഉണ്ടാക്കി കൊടുത്തിട്ടോ. ഇതൊക്കെ കഴിക്കണ നേരം ചോദിച്ചാൽ ഒരു 8-8:15 കേട്ടോ. 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ചോറ് കഴിക്കണ നേരം കൂടിയാണ്. ഇത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചോറ് കൊടുത്ത് കഴിഞ്ഞ് പാത്രം കഴുകുന്ന സമയമായിട്ടാണ്. പിന്നെ രാത്രി തന്നെ എല്ലാ പാത്രം കഴുകി അടുക്കള അങ്ങോട്ട് സെറ്റാക്കി വെക്കാറാണ് കേട്ടോ പതിവ്. രാത്രി പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല കേട്ടോ. ഡയറ്റൊക്കെ കാരണം
ഞാൻ ഒന്നുമില്ല സ്കിപ്പാക്കും അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും കഴിക്കൂട്ടെ. ഇന്നിപ്പോൾ അരിയുണ്ട കഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ വലിയ വിശപ്പ് തോന്നിയില്ല. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അടുക്കള കണ്ട നീറ്റാക്കി വെക്കൂട്ടോ. അപ്പോൾ പിന്നെ കാലത്ത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വേസ്റ്റ് പാത്രമൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ആ റൂമിൽ കയറി അടുത്തൊരു അംഗം കാണാം. മഴക്കാലം ആയതുകൊണ്ട് അകത്തന്നെ ഒരുപാട് ഹാങ്ങറിൽ തുണി ഹാങ് ചെയ്ത് വെക്കൂട്ടെ. ഇന്നിപ്പോൾ തോർത്തുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബെഡ്ഷീറ്റ് കുടഞ്ഞ് വിരിക്കുക, നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക, ഡ്യൂട്ടിക്ക് പോകാനുള്ള അതൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ ചെയ്ത് വെക്കും. പിന്നെയായിട്ട് ഒരു കാര്യം പറഞ്ഞത്, ഉണ്ണിക്കുട്ടനെ നമ്മുടെ ജൂൺ 19 വായന ദിനത്തിന് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനത് കാലത്ത് ചെയ്യണമെന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ എടുക്കാൻ നേരത്തെ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ഇത് ഏട്ടനെ ഞാൻ താഴെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വന്ന് കിടന്നു. മെല്ലെ ഞാൻ സൗണ്ടൊന്നും ഇല്ലാതെ വേഗം നമ്മുടെ വർക്കൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. ചെറുതായിട്ട് ഞാനിങ്ങനെ എഴുതി വെക്കുക ചെയ്ത്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താഴെ ഏട്ടൻ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.